നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു. ബംഗ്ലാദേശിൽ ഒരു സ്ഥാനചലനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അവിടെ വേണ്ട വിധത്തിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയായിരുന്നു. ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ, ഒന്നിലും ഇടപെടുന്നില്ല എന്ന രീതിയിൽ മൗനം പാലിച്ചിരിക്കുന്നത് ബലഹീനതയായി കണ്ട ബംഗ്ലാദേശിനാണ് തെറ്റിയത്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി മേഖലയിൽ സംഘർഷം അതിരൂക്ഷമായി മുറുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പല രീതിയിൽ പ്രകോപിപ്പിക്കാനായി ബംഗ്ലാദേശ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഇടക്കാല സർക്കാരിന് ഇന്ത്യ നൽകുമെന്ന് കരുതിയ തിരിച്ചടി ഇന്ത്യക്ക് വേണ്ടി ട്രംപ് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു. അതിർത്തിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നീക്കങ്ങളെ ഇപ്പോൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയോട് ഏറ്റുമുട്ടൽ നിലപാട് തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളടക്കം 2025 ജനുവരി മാസം മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പോലും ഉണ്ടായത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശ് അതിർത്തി സേനയായ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് BGB വടക്കൻ ബംഗാളിനോട് ചേർന്നുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഒട്ടനവധി അതിർത്തി മേഖലകൾക്കടുത്ത് ബങ്കറുകൾ കുഴിച്ചു. ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സേനയായ BSF ഉദ്യോഗസ്ഥരുമായി നടക്കാൻ സാധ്യതയുള്ള ഏറ്റുമുട്ടലിന് തയ്യാറെടുപ്പ് അവർ നടത്തുന്നു. BGP അതിർത്തിയിലെ പല മേഖലകളിൽ ഇങ്ങനെ മണ്ണ് നീക്കം ചെയ്ത് ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പിരിമുറുക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച മുതൽ BSF BGB ഉദ്യോഗസ്ഥർ തമ്മിൽ മെഖിലിഗഞ്ച് ബ്ലോക്കിലെ ടീൻ ബിഘ ഇടനാഴിയിലെ ഏറ്റവും തുറന്ന അതിർത്തിയിൽ വെച്ച് കമ്പിവേലി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം പുറപ്പെട്ടത് നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. അതിന് പിന്നാലെ തന്നെ ഈ രീതിയിൽ പിരിമുറുക്കം വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ വരിഞ്ഞുമുറുകാൻ മറ്റു ഭാഗത്ത് പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുമ്പോൾ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു തിരിച്ചടിയാണ് വാർത്തയായത്. ബംഗ്ലാദേശിലെ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും താൽക്കാലികമായി നിർത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് 90 ദിവസത്തേക്ക് എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെച്ചൊരു സാഹചര്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിലൂടെ അടിയന്തര സാമ്പത്തിക സഹായം ഒന്നും തന്നെ ഇല്ലാതെ ബംഗ്ലാദേശ് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന US എയ്ഡാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് യൂനസ് സർക്കാരിനുള്ള ഫണ്ട് നൽകുന്നത് അങ്ങനെ ട്രംപ് അവസാനിപ്പിച്ചു. അമേരിക്കയുടെ എല്ലാ വിദേശ സഹായങ്ങളും ഇനി അവലോകനം ചെയ്തതിനു ശേഷം മാത്രം നൽകിയാൽ മതിയെന്നാണ് ട്രംപിന്റെ നിലപാട്. ഈ പുതിയ ഉത്തരവനുസരിച്ച് നിലവിലുള്ള സകലമാന സഹായങ്ങളെയും അവസാനിപ്പിച്ചു. ജനുവരി 20 ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് സഹായങ്ങൾ താൽക്കാലികമായി നിർത്തി. ഇസ്രയേലും ഈജിപ്തും മാത്രമാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്കൊക്കെ തന്നെ ഈ രീതിയിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. റോഹിംഗ്യൻ പ്രതിസന്ധിക്ക് മറുപടിയായി മാനുഷിക സഹായത്തിന് മുൻനിര സംഭാവന നൽകുന്നത് അമേരിക്കയായിരുന്നു. 2017 മുതൽ ഏകദേശം $2.4 ബില്യൺ സംഭാവന എന്ന ഇനത്തിൽ മാത്രം നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയായി തന്നെയാണ് മാറിയിരിക്കുന്നത്. എല്ലാ US എയ്ഡ് ബംഗ്ലാദേശിൽ നടപ്പിലാക്കുന്ന അവരുടെ പങ്കാളികൾക്കും നിങ്ങളുടെ ബന്ധപ്പെട്ട ബംഗ്ലാദേശ് കോൺടാക്ട് ചുമതല, ഓർഡർ, ഗ്രാൻഡ്, സഹകരണ ഉടമ്പടി അല്ലെങ്കിൽ മറ്റ് ഏറ്റെടുക്കൽ നടപടികളൊക്കെ തന്നെ സഹായ നീക്കങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നും ഈ ജോലികൾ വളരെ വേഗത്തിൽ നിർത്തണമെന്നുമാണ് നിർദ്ദേശമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പങ്കാളികൾ അവരുടെ അവാർഡുകൾക്കായി അനുവദിക്കുന്ന ചിലവുകൾ കുറച്ച് ന്യായമായ നടപടി സ്വീകരിക്കുക. ഈ അവാർഡ് സ്റ്റോപ്പ് വർക്ക് ഓർഡർ അല്ലെങ്കിൽ സസ്പെൻഷൻ റദ്ദാക്കിയതായി തന്നെ എഗ്രിമെന്റ് ഓഫീസറിൽ നിന്നും രേഖാമൂലം അറിയിപ്പ് ലഭിക്കുന്നതുവരെ പുനരാരംഭിക്കരുത് എന്നാണ് പറയുന്നത്. അതിനെ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്ര അവലോകനം 90 ദിവസത്തിനകം പൂർത്തീകരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. വിദേശ സഹായങ്ങൾ നിർത്തലാക്കാനുള്ള ഈ ഉത്തരവ് ഈ കരാർ പ്രകാരം നടത്തുന്ന ഏതൊരു ജോലിയും വളരെ വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് US എയ്ഡ് അയച്ചിരിക്കുന്ന സന്ദേശം. ഏറ്റവും കൂടുതൽ US എയ്ഡ് ലഭിക്കുന്ന രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളിലൊന്ന് ബംഗ്ലാദേശ് തന്നെയാണ്. കാരണം ഭരണ പ്രതിസന്ധി, ആഗോള ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം,
മറ്റ് സംരംഭങ്ങൾ, ജനാധിപത്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നീ പദ്ധതികളൊക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വിദേശ നാണ്യ കരുതൽ ശേഖരം സ്ഥിരപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം തന്നെ യുഎസ് സർക്കാർ അന്താരാഷ്ട്ര വായ്പാദാതാക്കളിൽ നിന്നും $5 ബില്യൺ സാമ്പത്തിക സഹായത്തിന് അഭ്യർത്ഥന നടത്തിയത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് തന്നെ $4.7 ബില്യൺ ജാമ്യവും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. 2024 സെപ്റ്റംബറിൽ അമേരിക്ക $202 മില്യൺ സഹായമാണ് ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തത്. 2021-നും 2026-നും ഇടയിൽ $954 മില്യൺ സഹായം വാഗ്ദാനം ചെയ്ത 2021-ലെ കരാർ അനുസരിച്ചാണ് ഈ നീക്കം നടത്തിയത്. അതിൽ $425 മില്യൺ ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന് കിട്ടിക്കഴിഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിന് പിന്നാലെയാണ് ഭാരതവുമായി ബന്ധമുലഞ്ഞത്. ഇതിനുശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പല നീക്കങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ആ ബംഗ്ലാദേശിന് കിട്ടിയ കനത്ത തിരിച്ചടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നൽകിയ തിരിച്ചടി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അതിക്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ തന്നെ ന്യൂഡൽഹിയുമായുള്ള ധാക്കയുടെ ബന്ധത്തെ വഷളാക്കിയിരുന്നു. യുഎസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ വേണ്ടത്ര രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പല ഘടകങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന നടപടി. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ധാക്ക ഇന്ത്യയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന് പോലും തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ട് ഈയടുത്ത് പുറത്തു വന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനിൽ നിന്നും അബ്ദാലി ഷോർട്ട് റേഞ്ച് ബലിസ്റ്റിക് മിസൈലുകൾ അഥവാ HATF-2 മിസൈലുകൾ വാങ്ങാൻ ധാക്ക ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായിരുന്നാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കാനായി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയായി തന്നെയാണ് ഈ ഉത്തരവിനെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള നീക്കത്തെ നോക്കിക്കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.